ജാതിയുടെയും മതത്തിന്റെയും പേരിൽ വെട്ടിമുറിക്കപ്പെട്ട ഇന്ത്യ. നാം ഒന്നാണ്, ഓരോ ഭാരതാംബയുടെയും മക്കൾ. എന്നാൽ ഇന്നും ഈ വെട്ടിമുറിക്കൽ തുടരുന്നു. എന്തിനു വേണ്ടി? ഒരേ ഭൂമിയിൽ ജീവിക്കുന്ന നാം എന്തിനാണ് ഈ ജാതിമത വിവേചനങ്ങൾ വെച്ചു പുലർത്തി സ്വയം ചോര ചിന്തുന്നത്? വളർന്നു വരുന്ന പുതുബാല്യവും കൗമാരവും ഈ കാഴ്ച കണ്ടു പകച്ചു പോകുന്നു. ഒരു നേരത്തെ ഭക്ഷണത്തിന് നാണം മറയ്ക്കാൻ ഒരു തുണ്ട് തുണിക്കും വേണ്ടി മനുഷ്യർ കഷ്ടപ്പെടുമ്പോൾ, വെട്ടിപ്പിടിക്കാനും സ്വന്തം രാജ്യത്തെ മുൻപന്തിയിലെത്തിക്കാൻ എന്ന പേരിൽ ഭീകരവാദവും വർഗീയവാദവും പ്രസംഗിച്ച് നടക്കുന്നു. അതിനൂതനമായ സാങ്കേതിക വിദ്യകൾ പ്രായോഗിക തലത്തിൽ ഉപയോഗിച്ച് വിവരവിനിമയ സാങ്കേതിക വിദ്യയുടെ നെറുകയിൽ നിൽക്കുന്നവരാണ്. പക്ഷേ ആ സമയത്ത് നാം കേൾക്കാതെ പോകുന്ന നിസ്സഹായരുടെ നിഴലുകൾ, അവരുടെ ധീരരോധങ്ങൾ എന്നിവ കേൾക്കാൻ ഇവിടെ ആരുമില്ലേ? അഴിമതിയുടെ കടിഞ്ഞാൻ പിടിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾക്ക് വേണ്ടിയാണോ ഈ ജനാധിപത്യ രാജ്യത്ത് നാം ഓരോ വോട്ടും പാഴാക്കുന്നത്? മാറി വരുന്ന ഭരണകൂടങ്ങളുടെ ചൂതാട്ടങ്ങളും അഴിമതിയും നെറുകേടും ഇന്നീ കാലത്ത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. വർണ്ണവിവേചനത്തിന്റെ പേരിൽ പരസ്പരം വഴക്കടിച്ചും കൊന്നും കൊലവിളിച്ചും ഈ മനുഷ്യരെങ്ങോട്ട്? അവർ അറിയുന്നില്ലല്ലോ നാം ഈ ലോകത്ത് നേടുന്ന ഒന്നും സ്ഥായിയല്ല എന്ന്. ഇപ്പോൾ അവർ കൈക്കരുത്ത് കൊണ്ട് എല്ലാം നേടുമായിരിക്കാം. ഒരിക്കൽ അവർക്ക് നഷ്ടങ്ങൾ വന്നു ഭവിച്ചേക്കാം. അപ്പോഴാകും അവർ തിരിച്ചറിയുക, അവർ ഇതുവരെ പരസ്പരം വഴക്കടിച്ചതും യുദ്ധം ചെയ്തതും സ്വന്തം നിഴലിനോടായിരുന്നുവെന്ന്. ഭീകരവാദത്തിനും അടിമത്തത്തിനും എതിരായി വാക്കുകൾ വാളെടുത്ത മലാലയുടെ കാര്യം തന്നെ നമുക്കെടുക്കാം. പെൺകുട്ടികളുടെ അവകാശങ്ങൾക്കായി സ്വന്തം ജീവൻ പോലും തൃണവൽക്കരിക്കാൻ തയ്യാറായ മലാല എന്നും സ്ത്രീകളുടെ ഒരു ശക്തി തന്നെയാണ്. ഒരു രാഷ്ട്രീയ നേതാക്കളുടെ പിൻബലമോ ശക്തിയോ ഉപയോഗിക്കാതെ മൂന്നാറിലെ തോട്ടം തൊഴിലാളികളായ സ്ത്രീജനങ്ങൾ നടത്തിയ സമരമുറ എക്കാലത്ത് ശ്രദ്ധ ആകർഷിക്കാവുന്നതാണ്. ഒരു വഴിക്ക് സ്ത്രീ ശാസ്ത്രീകരണം നടക്കുമ്പോഴും മറ്റു വഴിക്ക് അവൾ പീഡിപ്പിക്കപ്പെടുന്നു. ഡൽഹി സൂര്യനെല്ലി അങ്ങനെ അവൾ ഇന്നും ക്രൂശിക്കപ്പെടുന്നു. ഭീകരവാദവും അക്രമവും ഒരു വഴിക്ക് വളർന്നു വരുമ്പോൾ സ്ത്രീ ചൂഷണങ്ങളും വളർന്നു പന്തലിക്കുന്നു. തികച്ചും യാന്ത്രികമായി മാറുന്നു ഈ ലോകം. ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുമ്പോഴും അറിയാതെ പോകുന്ന ഒരു കാര്യമുണ്ട്: എല്ലാവരും മനുഷ്യരാണ്. എല്ലാവരുടെയും ഞരമ്പുകളിലോടുന്ന രക്തം തന്നെയാണ്. ആ രക്തത്തിന് ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ വേർതിരിവില്ല. ഏവർക്കും ജനനവും മരണവും സംഭവിക്കുന്നു. ഈ നിമിഷത്തിൽ നാം ഒരു മഹത് പുരുഷന്റെ വചനങ്ങൾ ഓർത്താൽ എത്ര നല്ലത്! ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. ഈ വചനം മനസ്സിൽ നിറച്ചാൽ തന്നെ, ആ പരമഗുരുവായ ശ്രീനാരായണ ഗുരുവിനെ ഈ വചനം മനസ്സിൽ നിറച്ചാൽ തന്നെ അക്രമം ഉപേക്ഷിക്കാവുന്നതാണ്. ധനസമ്പാദനത്തിന് വേണ്ടിയാണ് ഈ വെട്ടിപ്പിടിക്കലെങ്കിൽ ഒരു കാര്യം ഓർക്കുക: കാണപ്പെടുന്ന ഒന്നും തന്നെ നിത്യമല്ല. നമ്മുടെ ശരീരവും ഒരിക്കൽ നിലയേറ്റതാകും. ഈ ലോകം ഇങ്ങനെ പോയാൽ അടുത്ത ഒരു തലമുറയ്ക്കായി ഈ ഭൂമി ഉണ്ടാകുമോ? തിരിച്ചറിയുക, ഓരോ നിമിഷവും മാറ്റത്തിന് വിധേയമാകുന്ന സമൂഹ ഭവനത്തിലെ ചെറിയ കണ്ണികൾ മാത്രമാണ് മനുഷ്യരിന്ന്. മനുഷ്യ മനസാക്ഷികളുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ഒന്ന് ചോദിച്ചു കൊള്ളട്ടെ: ആർക്ക് വേണ്ടിയാണ് ഈ യുദ്ധസന്നാഹങ്ങൾ? മനുഷ്യ, പറയൂ, തന്നോട് തന്നെയല്ലേ ഈ ചോദിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് ഇതെല്ലാം ചെയ്താൽ ഇന്ന് ഈ രാജ്യത്ത് എന്ത് കിട്ടും? ഓരോ മനുഷ്യരെ കൊന്നും കൊലവിളിച്ചും ഇന്ന് ഈ സമൂഹം എങ്ങോട്ടാണ് പോകുന്നത്? നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്? ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്തെല്ലാം കിട്ടും?